നമസ്കാരം. 9 മണി വാർത്ത ആരംഭിക്കുകയാണ്. സർക്കാരിൻ്റെ ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടോ? ഹിന്ദു സംഘടനകൾ അങ്ങനെ സംശയിക്കുന്നു. 2019 ശബരിമലയിൽ കൈപൊള്ളിയ സർക്കാരാണ്. പിന്നീട് വീട് വീടാന്തരം കയറി മാപ്പപേക്ഷിച്ച പാർട്ടിയാണ്. തെരഞ്ഞെടുപ്പ് തോറ്റപ്പോൾ വിശ്വാസികളെ തേടി വന്ന സർക്കാരിനും പാർട്ടിക്കും ഇപ്പോൾ തോന്നിയ തോന്നലുകൾക്ക് പിന്നിൽ രാഷ്ട്രീയമില്ലേ എന്ന് സംശയിക്കുന്നതിൽ തെറ്റ് പറയാനാകില്ലല്ലോ. അവിശ്വാസികൾക്ക് ശബരിമലയിൽ എന്താണ് കാര്യമെന്ന് ഹിന്ദു സംഘടനകൾ ചോദിക്കുന്നത് അതുകൊണ്ടാണ്. യേശുദാസിനെയും മോഹൻലാലിനെയും ശിവമണിയെയും ക്ഷണിക്കുമെന്നും അതിലൊന്നും രാഷ്ട്രീയം കാണരുതെന്നുമുള്ള മറുപടിയാണ് ദേവസ്വം ബോർഡിന്. ഉണ്ടിരുന്നവന് ഒരു ഉൾവിളി തോന്നി എന്നതിനപ്പുറം സർക്കാർ നീക്കത്തിന് പിന്നിൽ ആത്മാർത്ഥതയുണ്ടോ? ഇതടക്കം നിരവധി കാര്യങ്ങൾ പരിശോധിക്കുന്നു. ആദ്യം തലക്കെട്ടുകളിലേക്ക്. പ്രധാനമന്ത്രി ജപ്പാനിൽ സുപ്രധാന കരാറുകളിൽ ഒപ്പുവെച്ചു. 10 വർഷത്തിനുള്ളിൽ ജപ്പാനിൽ നിന്ന് 10 ട്രില്യൺ യെൻ നിക്ഷേപം ആകർഷിക്കുക ലക്ഷ്യമെന്ന് മോദി. മോദിക്ക് ജപ്പാനിൽ വൻ വരവേൽപ്പ്. ഇന്ത്യ ഉടൻ ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയാകുമെന്നും പ്രധാനമന്ത്രി. മറ്റന്നാൾ മോദി ചൈനയിലേക്ക്. തീരുവയുടെ പ്രത്യാഘാതങ്ങൾക്കിടെ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഏറ്റവും താഴ്ന്ന നിലയിൽ. 61 പൈസ നഷ്ടത്തിൽ 88.19 നിലവാരത്തിൽ ക്ലോസ് ചെയ്തു. തീരുവയുദ്ധം ലോകത്തെ നയിക്കുന്നത് പുതിയ വ്യാപാര ശാക്തീകരണത്തിലേക്കെന്ന് സാമ്പത്തിക വിദഗ്ധർ. വിവാദങ്ങൾക്കിടെ രാഹുൽ മങ്കൂട്ടത്തലിനെ പാലക്കാട് എത്തിക്കാൻ കോൺഗ്രസ് നീക്കം. നേതൃത്വം നൽകി ഷാഫി. ഗ്രൂപ്പ് യോഗം ചേർന്നുവെന്ന വാർത്ത നിഷേധിച്ചു. അവിടെ ഒരു ഗ്രൂപ്പ് യോഗം അങ്ങനെ നടന്നിട്ടില്ല. സി ചന്ദ്രൻ എന്ന് പറഞ്ഞ KPC ജനറൽ സെക്രട്ടറി ഇന്ന് രാവിലെ 6:30ക്കാണ് പാലക്കാട് എത്തിയത്. ഇന്നലെ അദ്ദേഹം സ്ഥലത്തില്ലാഞ്ഞു. അതുമാത്രമല്ല, ആ വീട്ടിലേക്ക് ഞാൻ പോയിട്ടേ ഇല്ല. മാങ്കൂട്ടത്തിനെതിരായ അന്വേഷണത്തിനുള്ള ക്രൈംബ്രാഞ്ച് സംഘത്തിൽ സൈബർ വിദഗ്ധരും. പരാതി ഉന്നയിച്ച സ്ത്രീകളുടെ മൊഴി ആദ്യം ശേഖരിക്കും. ആഗോള അയ്യപ്പ സംഗമത്തിൽ NSS പങ്കെടുക്കുമെന്ന വാർത്തകൾ നിഷേധിച്ച് സംഘടന. ഹിന്ദു സംഘടനകളുടെ യോഗം വിളിക്കണമെന്ന് ഹിന്ദു ഐക്യവേദി. ലക്ഷ്യം ശബരിമല വികസനമെന്ന് ദേവസ്വം പ്രസിഡന്റ്. കേന്ദ്രമന്ത്രിമാരെയും ക്ഷണിച്ചിട്ടുണ്ടെന്നും വിശദീകരണം. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം പീഡനക്കേസിൽ വഴിത്തിരിവ്. മാനേജിംഗ് ട്രസ്റ്റിയുടെ മരുമകനെ ഹണി ട്രാപ്പിൽ കുടുക്കിയതെന്ന് കണ്ടെത്തൽ. പീഡനത്തിന് ഇരയായെന്ന് പരാതി നൽകിയ രത്നയും 3 മലയാളികളടക്കം 5 പേർ അറസ്റ്റിൽ. പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കാൻ നിയമ നടപടിയെന്ന് കുടുംബം. പുന്നമടയിൽ നാളെ ആവേശപ്പോര്. നെഹ്റു ട്രോഫി വള്ളം കളിയിൽ കരുത്തന്മാർ മാറ്റുരയ്ക്കും. സമഗ്ര കവറേജുമായി ന്യൂസ് 18. കാന്തപുരത്തിന്റെ തിരികേശം പ്രസ്താവനയ്ക്കെതിരെ ഹുസൈൻ മടവൂർ. 1 വർഷം കൊണ്ട് 1/2 സെന്റിമീറ്റർ വളർന്നുവെങ്കിൽ 1500 വർഷം കൊണ്ട് എത്ര കിലോമീറ്റർ വളർന്നുവെന്ന് പരിഹാസം. പണമുണ്ടാക്കാൻ മതത്തെ ഉപയോഗിക്കുകയാണെന്നും മുജാഹിദ് നേതാവ്. AI അധിഷ്ഠിത വികസനം ലക്ഷ്യമിട്ട് റിലയൻസ് ഇൻഡസ്ട്രീസ് മെറ്റയുമായി ചേർന്ന് പുതിയ സംരംഭം തുടങ്ങും. ഓരോ ഇന്ത്യക്കാരനിലേക്കും AI എത്തിക്കുക ലക്ഷ്യമെന്ന് മുകേഷ് അംബാനി. ഒരുമിച്ച് പുതിയ സാധ്യതകൾ തുറക്കുന്നുവെന്ന് മാർക്ക് സക്കൻബർഗ്. ജിയോ IPO അടുത്ത വർഷം ആദ്യ പകുതിയിൽ. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. കാരണം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാനിലാണ്. നാളെ ചൈനയിലേക്ക് തിരിക്കുമെന്നാണ് വിവരം. ഇന്ത്യ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയുണ്ട് അമേരിക്കയുമായി ബന്ധപ്പെട്ട്, തീരുവയുമായി ബന്ധപ്പെട്ട്. ഇത് പരിഹരിക്കുക ഈ യാത്രകളുടെ പ്രധാന ലക്ഷ്യമാണ്. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട സെഗ്മെന്റിലേക്ക് ആദ്യം പോകാം. വൈറൽ കട്ട്സ്. ടോക്കിയോയിലെത്തിയ പ്രധാനമന്ത്രിക്ക് ആചാരപരമായ സ്വീകരണമാണ് അവിടെ നൽകിയത്. ഇന്ത്യൻ വംശജരടക്കം നമ്മുടെ പരമ്പരാഗത സംവിധാനങ്ങളൊക്കെ ഒരുക്കിയാണ് മോദിയെ സ്വീകരിക്കുകയും തങ്ങളുടെ നേതാവിനെ
ആ ദൃശ്യങ്ങൾ, ആ കാഴ്ചകളൊന്ന് കാണാം. बलिहारी जाओ रे मारे सतगुरु आंगन आया रे मेवारी जाओ रे जपानिलेकी स्वागतम बलिहारी जाओ रे बारी जाओ रे बलिहारी जाओ रे मारे सतगुरु आंगन आया रे मेवारी जाओ रे. ടോക്കിയോയിൽ വലിയ സ്വീകരണം മോദിക്ക് ഒരുക്കി. നമ്മുടെ ആ രണ്ടാമത്തെ വൈറൽ സെഗ്മെന്റിലേക്ക് കൂടി ഇന്ന് പോകണം. അത് ട്രൈക്കളർ, നമ്മുടെ ദേശീയ പതാകയുടെ ചിത്രം, അത് ലൈറ്റിൽ മനോഹരമായി ഒരുക്കിയാണ് ടോക്കിയോ പ്രധാനമന്ത്രിയുടെ ആഗമനത്തെ സ്വാഗതം ചെയ്തത്. മനോഹരമായ ദൃശ്യങ്ങളിലേക്ക് കൂടി. മോദി ജപ്പാനിൽ. നരേന്ദ്രമോദിയും ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിഗരു ഇഷിബയും സുപ്രധാന കരാറുകളിൽ ഒപ്പുവെച്ചു. അടുത്ത 10 വർഷത്തിനുള്ളിൽ ജപ്പാനിൽ നിന്ന് 10 ട്രില്യൺ yen നിക്ഷേപം ആകർഷിക്കുകയാണ് ലക്ഷ്യം. അത് മോദി വളരെ കൃത്യമായി തന്നെ വ്യക്തമാക്കി. ഇരു രാജ്യങ്ങൾ തമ്മിൽ യോജിച്ചുള്ള പ്രവർത്തനം പരസ്പര വിശ്വാസത്തിന്റെ പ്രതീകമായി മാറിയെന്നും ടോക്കിയോയിൽ നടന്ന ഇന്ത്യ ജപ്പാൻ സംയുക്ത സാമ്പത്തിക ഫോറത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി പറഞ്ഞു. മനു ഭരത് ഏറ്റവും പുതിയ വിവരങ്ങൾ വെച്ചാണ്. മനു, India and Japan partnership is rooted in mutual trust, reflects our national priorities and is shaped by our shared values and beliefs. Together, we carry a common dream of peace, progress, and prosperity of our peoples and for the world. Excellency, आपकी मित्रता के लिए मैं पुनः हार्दिक आभार व्यक्त करता हूं और अगली एनुअल समिट के लिए आपको भारत यात्रा का सादर आमंत्रण देता हूं. മനു ഭരത് വിവരങ്ങൾ പങ്കുവെക്കും. മനു, നമ്മൾ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയുണ്ട്, സംശയമില്ല. തീരുവയുമായി ബന്ധപ്പെട്ട് പുതിയ വിപണികൾ കണ്ടെത്തുക പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. സാധാരണ ഒരു സന്ദർശനത്തിനപ്പുറം ജപ്പാനിലും ചൈനയിലും മോദി പോകുമ്പോൾ അതിനുള്ള രൂപരേഖ കൂടി തയ്യാറാക്കിയായിരിക്കുമല്ലോ സ്വാഭാവികമായി പോവുക. അതെ, രഞ്ജിത്ത് സൂചിപ്പിച്ച ആ കാര്യം വളരെ കൃത്യമാണ്. കാരണം ഇത് പ്രധാനമന്ത്രി 8ാമത്തെ തവണയാണ് ജപ്പാനിലേക്ക് പോകുന്നത്. നേരത്തെ G7ലും G20 ഉച്ചകോടിയിലും പങ്കെടുക്കാൻ, ഇൻഡോ ജപ്പാൻ സമ്മിറ്റിൽ പങ്കെടുക്കാൻ 2018 അദ്ദേഹം പോയിട്ടുണ്ട്. G20യിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ട്. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാനൊക്കെ അദ്ദേഹം പോയിട്ടുണ്ട്. പക്ഷേ ഈ 8ാമത്തെ സന്ദർശനത്തിന് ചില സവിശേഷതകളുണ്ട്. അത് അമേരിക്കയുമായി അത്ര രസത്തിലല്ലാത്ത ഒരു വ്യാപാര ബന്ധം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രി ജപ്പാനിൽ എത്തുന്നത്. വലിയ ആഴത്തിലുള്ളൊരു ബന്ധം ജപ്പാനുമായി ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. ഇന്ത്യക്ക് നേരത്തെ തന്നെ ഒരു ലുക്കിസ്റ്റ് പോളിസി ഉണ്ട്. അത് കുറെ കൂടി നിർണായകമാവുകയാണ്. ഇപ്പോൾ ജപ്പാനും ഇന്ത്യയെ ഉറ്റുനോക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിദേശ നിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ ലോകത്തെ 5ാമത്തെ രാജ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതലധികം വിദേശ നിക്ഷേപം വരുന്ന 5ാമത്തെ രാജ്യം ജപ്പാനാണ്. അപ്പോൾ ജപ്പാന് വലിയ സാധ്യതകളുണ്ട്. വരാനിരിക്കുന്ന കാലത്ത് ജപ്പാൻ ഒരു വലിയ നിക്ഷേപം ഇന്ത്യയിൽ നടത്താൻ അവർക്ക് അവകാശം അല്ലെങ്കിൽ സാവകാശം നൽകുക എന്നതാണ്, അല്ലെങ്കിൽ അതിനുള്ള അവസരം നൽകുക എന്നതാണ് പ്രധാനമന്ത്രി പ്രധാനമായും പറയുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് വലിയൊരു പങ്കാളിത്തം ഇന്ത്യയും ജപ്പാനും തമ്മിൽ വേണം എന്ന ഒരു നിലപാടിലേക്ക് ഇരു രാജ്യങ്ങളും എത്തുന്നു. പ്രത്യേകിച്ച് ഈ ചില സവിശേഷ ധാതുക്കളുടെ കാര്യത്തിൽ, AI-യുടെ കാര്യത്തിൽ, സെമി കണ്ടക്ടറുടെ കാര്യത്തിൽ, ബാറ്ററികളുടെ കാര്യത്തിൽ, അങ്ങനെ വരാനിരിക്കുന്ന ഒരു വികസിത രാജ്യത്തിന് ആവശ്യമായ ഒട്ടനവധി സാങ്കേതിക മേഖലകളുടെ കാര്യത്തിൽ ഒക്കെ ഇന്ത്യയും ജപ്പാനും തമ്മിൽ കൈകോർക്കുന്നു. അതിലൊന്നാണ് നമ്മുടെ ചന്ദ്രയാൻ പദ്ധതി. ചന്ദ്രയാൻ്റെ 5ാം ചന്ദ്രയാൻ മിഷനുമായി ബന്ധപ്പെട്ട് ജാക്സ ഇന്ത്യയുടെ ISROവുമായി കൈകോർക്കുന്നു. അങ്ങനെ ഒരു സാങ്കേതിക
തലത്തിൽ ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള സഹവർത്തിത്വം വർദ്ധിക്കുന്നു. അതോടൊപ്പം വലിയ തോതിലുള്ള നിക്ഷേപം ജപ്പാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്നാണ് മനസ്സിലാകുന്നത്. $22 ബില്യൺ 2023-24 വർഷത്തിൽ ജപ്പാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയത്. അപ്പോൾ ഈ തവണ അത് കഴിഞ്ഞ ഡിസംബർ വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ തന്നെ 43.2 ബില്യൺ ക്യുമുലേറ്റീവ് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ നിന്ന് എത്തിയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അത് കൂടുതൽ വർദ്ധിപ്പിക്കുക, ജപ്പാൻ ഇന്ത്യ ബന്ധം ആഴത്തിലുള്ളതാക്കുക, പരസ്പര വിശ്വാസം വർദ്ധിപ്പിക്കുക, അതിനൊക്കെ വലിയ പ്രാധാന്യം നൽകുന്ന ഒരു നീക്കമാണ്. ഇപ്പോൾ ജാപ്പനീസ് പ്രധാനമന്ത്രിയെ കണ്ടു. നേരത്തെ ഷിൻസോ അബെയുമായി ഇന്ത്യക്ക് വലിയ അടുപ്പമുണ്ടായിരുന്നു. പുതിയ പ്രധാനമന്ത്രി ഷിഗെറു ഇഷിബയും ഇന്ത്യയോട് കൂടുതൽ വിശ്വാസം പ്രകടിപ്പിക്കുന്നു. ഇത് കൂടാതെ അദ്ദേഹം ജാപ്പനീസ് മുൻ പ്രധാനമന്ത്രിമാരായ ഒഷിഹിദെ സുഗുവിനെ കണ്ടു, ഫൂമിയോ കിഷിദായെയും കണ്ടു. അങ്ങനെ അവിടുത്തെ ഒരു ജപ്പാൻ ഇന്ത്യ നേതൃതലത്തിലുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കുക, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരസ്പരം ഭയങ്കരമായ ഒരു ശക്തമാക്കുക, അത് കെട്ടിപ്പടുക്കുക എന്ന ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. നാളെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി, അതായത് ഇപ്പോൾ ജപ്പാൻ മാധ്യമത്തിന് പ്രധാനമന്ത്രി നൽകിയ അഭിമുഖത്തിൻ്റെ വിശദാംശങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ദീർഘകാല കാഴ്ചപ്പാടോടെ തന്ത്രപരമായുള്ള ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യ തയ്യാറാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം സൗഹൃദപരമായ ഉഭയകക്ഷി ബന്ധങ്ങൾ പ്രാദേശിക ആഗോള സമാധാനത്തിലും സമൃദ്ധിയിലും നല്ല സ്വാധീനം ചെലുത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം നമ്മൾ ശത്രു രാജ്യമെന്ന് കരുതിയ ചൈനയുമായി മോദി കൂട്ടുകൂടുകയാണ്. വരും ദിവസങ്ങളിൽ സുപ്രധാന പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കാം, അല്ലേ? അതെ, പ്രധാനമന്ത്രി ഒരു കാര്യം തുറന്നു പറയുന്നു. ഇന്ത്യ ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയെ പിണക്കുന്നത് ആർക്കും അത്ര നല്ല ഒരു നീക്കമായിരിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു. അത് ഇന്ത്യ ഒരുപക്ഷെ ജനസംഖ്യയുടെ കാര്യത്തിൽ കൂടിയുള്ള നേട്ടം കണക്കിലെടുത്തായിരിക്കാം 3ാമത്തെ സാമ്പത്തിക ശക്തിയായി കുതിക്കാൻ കഴിയുന്നത്. പക്ഷേ അത്ര വലിയൊരു വിപണിയാണ് ഇന്ത്യയുടെ കയ്യിൽ ഉള്ളത് എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു. ചൈനയ്ക്ക് ഈ വാതായനങ്ങൾ തുറക്കുന്നു, അല്ലെങ്കിൽ ജപ്പാന് ഇതിൻ്റെ സാധ്യതകൾ പരിശോധിക്കാം എന്ന ഒരു സാധ്യതകൾ പരിശോധിക്കാം എന്നൊരു നിലപാട് കൂടിയാണ് പ്രധാനമന്ത്രി അവിടെ തുറക്കുന്നത്. ഏതായാലും ഈ സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ, ക്ലീൻ എനർജിയുടെ കാര്യത്തിൽ, സപ്ലൈ ചെയിൻ്റെ കാര്യത്തിൽ, അങ്ങനെ വാണിജ്യ മേഖലയെ സ്പർശിക്കുന്ന നിരവധി മേഖലകളിൽ ഇത് വളരെ നിർണായകമാകുന്നു. ഒപ്പം സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ നാളെ ഇപ്പോൾ സിൻഡായ് സിറ്റിയിലേക്ക് അദ്ദേഹം പോവുകയാണ്, ഹൈ സ്പീഡ് ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഇതൊക്കെ ഇന്ത്യയിലേക്ക് ഇനി അധികം വൈകാതെ തന്നെ കൊണ്ടുവരിക എന്നുള്ളൊരു ലക്ഷ്യം ഈ രാജ്യത്തിനുണ്ട്. അത് ഇന്ത്യൻ ഇൻഫ്രാസ്ട്രക്ചർ പശ്ചാത്തല വികസനത്തിൻ്റെ ഒരു കാര്യം ഒരു വശത്ത് നിൽക്കുന്നു, സാങ്കേതിക വികസനം മറുവശത്ത്, മൂന്നാമത്തേത് ഈ വിദേശ നിക്ഷേപം പരമാവധി ആകർഷിക്കുക എന്ന ലക്ഷ്യം. മാത്രവുമല്ല ഇരു രാജ്യത്തെയും നേതാക്കൾ തമ്മിലുള്ള ഒരു ശക്തമായ ബന്ധം കൂടി ഉണ്ടാകുമ്പോൾ അത് വലിയ സാധ്യതകൾ വാണിജ്യ ലോകത്തിന് തുറക്കുന്നുവെന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത്. മനു ഭാരതാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. അത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഈ ബന്ധങ്ങൾ ഉണ്ടാകും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തിയെന്നുള്ളതാണ്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് US ഏർപ്പെടുത്തിയ തീരുവയുടെ പ്രത്യാഘാതങ്ങൾക്കിടെയാണ് ഇടിവ് സംഭവിച്ചിരിക്കുന്നത്. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കും. അജയ് സുധാ ബിജു, ഇത്ര വലിയൊരു തകർച്ച ഉണ്ടാകുന്നത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു എന്ന് വേണമോ കരുതാൻ? അതിനുള്ള പുതിയ സാധ്യതകളാണോ ഇന്ത്യയുടെ വാണിജ്യ രംഗം തേടുന്നത്? രഞ്ജിത്ത്, അമേരിക്ക ഈ ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ചതിന് ശേഷം ഇന്ത്യയുടെ കയറ്റുമതിയിൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ഈ മേഖലയിൽ സാധനങ്ങൾക്ക് വില കൂടാനും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള തൊഴിൽ നഷ്ടമുണ്ടാകാനും സാധ്യതയുള്ളതായിട്ട് നമ്മൾ നേരത്തെ കണക്ക് കൂട്ടിയതാണ്. എന്നാൽ ഈ മേഖലയിലുള്ള പ്രത്യാഘാതങ്ങൾ അത് പ്രതിഫലിച്ചു തുടങ്ങുന്നതിന് മുൻപ് തന്നെ രൂപയിൽ ഇതിൻ്റെ ഇടിവ് അത് കാണപ്പെടാൻ തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. രൂപയുടെ ഇത്ര വലിയൊരു തകർച്ച അത് ഇന്നത്തെ ദിവസം പ്രതീക്ഷിച്ചിരുന്നില്ല. ചെറിയ ഒരു ഇതിൻ്റെ ഫലങ്ങൾ ഇതിൽ വന്നേക്കാമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇത്ര വലിയൊരു തകർച്ച ആരും പ്രതീക്ഷിച്ചില്ല. ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ തകർച്ചയിലേക്കാണ് ഇന്ത്യൻ രൂപ ഇന്ന് കടന്നിട്ടുള്ളത്. ഇന്ന് വ്യാപാരം ആരംഭിച്ചപ്പോൾ 87.69 എന്നുള്ള മൂല്യത്തിലായിരുന്നു ഡോളർ നിന്നിരുന്നത്. എന്നാൽ വ്യാപാരം തുടങ്ങി അധികം വൈകാതെ തന്നെ ഇന്ത്യൻ രൂപ വളരെയധികം താഴേക്ക് പോവുകയും ഡോളറിൻ്റെ മൂല്യം 88.31 എന്ന നിലയിലേക്ക് എത്തുകയും ചെയ്തു. അതിനുശേഷം 61 രൂപ നഷ്ടത്തിൽ 88.19 എന്നുള്ള നിലയിലാണ് ഏറ്റവും അവസാനം ഇന്നത്തെ ദിവസം അവസാനിക്കുമ്പോൾ ഡോളറിൻ്റെ മൂല്യം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇപ്പോൾ ആദ്യമുണ്ടായ അത്ര വലിയ ഇടിവിൽ നിന്ന്, അതായത് 88.31 എന്ന
എന്ന നിലയിൽ നിന്ന് കുറച്ച് മെച്ചപ്പെട്ട് 88.19 എന്നുള്ള നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ കുറച്ചൊന്ന് ആശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണ്. എന്നാലും പൂർണ്ണമായിട്ട് ഇന്ത്യൻ രൂപയ്ക്ക് ആശ്വസിക്കാറായിട്ടില്ല. ഇന്ത്യൻ രൂപ അത്രയധികം താഴ്ചയിലേക്ക് പോയപ്പോൾ റിസർവ് ബാങ്ക് ഡോളറിന്റെ ശേഖരം ഒരുപാടധികം വിറ്റഴിച്ചതാണ് ഈ കുറച്ചെങ്കിലും രൂപയെ പിടിച്ചു നിർത്താൻ സഹായിച്ചത്. രഞ്ജിത്ത്, അതാണ് ഏറ്റവും പുതിയ വിവരം. ഏതായാലും ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ വിനിമയത്തിൽ വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഈ തീരുവ ഏർപ്പെടുത്തിയതിന് ശേഷമുള്ള മാറ്റമാണ് ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അജയ് സുധാ ബിജുവാണ് പങ്കുവച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വെളിപ്പെടുത്തലിൽ അന്വേഷണത്തിനുള്ള ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘത്തിൽ സൈബർ വിദഗ്ധരും ഉണ്ടാകും. രാഹുലിനെതിരെ മാധ്യമങ്ങളിലൂടെ പരാതി ഉന്നയിച്ച സ്ത്രീകളുടെ മൊഴി ആദ്യം ശേഖരിക്കും. ഗർഭചിത്ര ആരോപണം ഉന്നയിച്ച യുവതിയിൽ നിന്നും മൊഴിയെടുക്കും. സ്ത്രീകളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തൽ, അശ്ലീല സന്ദേശം അയക്കൽ, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങളാണ് നിലവിൽ ചുമത്തിയിട്ടുള്ളത്. ഡാൻ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദങ്ങളിൽ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം പ്രാഥമികമായ വിവരശേഖരണം ആരംഭിച്ചിരിക്കുകയാണ്. ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്ന 2 യുവതികളിൽ നിന്ന് പ്രാഥമിക വിവരശേഖരണം ഇന്ന് തന്നെ പൂർത്തിയാക്കിയതായുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതോടൊപ്പം ഈ 2 പേരോട് വിശദമായ മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി സമയം തേടിയിട്ടുണ്ട് എന്ന സൂചനകളും ലഭ്യമാകുന്നുണ്ട്. അതിനു പുറമെയാണ് പരസ്യമായി മാധ്യമങ്ങളുടെ ഈ വിവാദങ്ങളിൽ ആരോപണവുമായി രംഗത്തെത്തിയ റിനി അന്ന, അവന്തിക, അതിനു പുറമെ ഹണി ഭാസ്കർ തുടങ്ങിയവരിൽ നിന്നും കൃത്യമായ മൊഴിയെടുക്കാനുള്ള നീക്കം അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വൈകാതെ തന്നെ ഇവരുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഇതിൽ ആരോപണ വിധേയനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗം കൂടി ക്രൈംബ്രാഞ്ച് സംഘം കേൾക്കുക. അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് അവർ പൂർത്തിയാക്കുക. എന്തായാലും നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഡിജിറ്റൽ തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അങ്ങനെയെങ്കിൽ നിലവിൽ ഈ കേസ് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്യുമ്പോൾ 3 പ്രധാനപ്പെട്ട കുറ്റങ്ങളാണ് ഈ FIR-ൽ ചുമത്തിയിരുന്നത്. അതിലൊന്ന് പിന്തുടർന്ന് ശല്യം ചെയ്യുക, അതോടൊപ്പം ഭീഷണിപ്പെടുത്തുക, അതിനു പുറമെ സൈബർ കുറ്റകൃത്യം, ഗുരുതരമായ ഒരു സൈബർ കുറ്റകൃത്യം, അശ്ലീല സന്ദേശങ്ങൾ അയച്ചു തുടങ്ങിയ കുറ്റങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ഈ കണ്ടെത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, അതായത് മൊഴി രേഖപ്പെടുത്തുന്നതിനിടയിൽ കണ്ടെത്തുന്ന കൂടുതൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മറ്റ് വകുപ്പുകൾ കൂടി ഇതിൽ ചുമത്തുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. സൈബർ വിദഗ്ധരും വനിതാ ഉദ്യോഗസ്ഥരും അടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും ക്രൈംബ്രാഞ്ചിൻ്റെ ഈ അന്വേഷണത്തിന് ചുക്കാൻ പിടിക്കുക. അതോടൊപ്പം വിവിധ ജില്ലകളിൽ നിന്ന് ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നവരുടെ മൊഴി അവരുടെ വസതികളിലെത്തി നേരിൽ കണ്ട് ശേഖരിക്കുന്നതിനുള്ള നീക്കമാണ് ക്രൈംബ്രാഞ്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ട സമഗ്രമായ ഒരു അന്വേഷണം വൈകാതെ തന്നെ പൂർത്തിയായേക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾക്കാണ് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ശരി, മറ്റൊരു പ്രധാനപ്പെട്ട സെഗ്മെന്റാണ്. നമ്മുടെ പഞ്ച് ഡയലോഗിലേക്ക് ഒന്ന് പോകാം. രാഹുൽ മണ്ഡലത്തിൽ വരണോ വേണ്ടയോ എന്ന് അദ്ദേഹം തീരുമാനിക്കട്ടെ എന്നായിരുന്നു ഈ സംബന്ധിച്ച ചോദ്യത്തോട് ഷാഫി പറമ്പലിന്റെ പ്രതികരണം. ആ പ്രതികരണമാണ് ഇന്നത്തെ പഞ്ച് ഡയലോഗ്. അത് അയാൾ തീരുമാനിക്കട്ടെ. അയാൾ മണ്ഡലത്തിൽ വരണോ, എപ്പോൾ വരണോ വേണ്ടേ എന്നുള്ളത് അയാൾ തീരുമാനിക്കട്ടെ. കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനം കോൺഗ്രസ് പാർട്ടി എടുത്തു കഴിഞ്ഞു. രാഹുലിനെ ഇതിനിടെ മണ്ഡലത്തിൽ എത്തിക്കാൻ കോൺഗ്രസ് ശ്രമം തുടങ്ങിയെന്നുള്ള വാർത്തകളും പുറത്തുവരുന്നു. ഷാഫി പറമ്പിലാണ് ഇതിന് മുൻകൈ എടുക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് എത്തിക്കാൻ തിരക്കിട്ട നീക്കവുമായി ഷാഫി പറമ്പൽ വിഭാഗം. പാലക്കാട് നടന്ന എ ഗ്രൂപ്പ് യോഗത്തിൽ വിഷയം ചർച്ച ചെയ്തെന്നാണ് വിവരം. വിവിധ സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും അസോസിയേഷനുകളുടെയും പരിപാടികളിലാണ് രാഹുലിനെ പങ്കെടുപ്പിക്കുക. എ ഗ്രൂപ്പിലെ ഷാഫി പറമ്പിൽ അനുകൂലികളുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നതായാണ് വിവരം. കഴിഞ്ഞ 9 ദിവസമായി പത്തനംതിട്ട അടൂരിലെ വീട്ടിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലുള്ളത്. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ കോൺഗ്രസിന്റെ പരിപാടികളിൽ രാഹുലിനെ പങ്കെടുപ്പിച്ചാൽ അത് വിപരീത ഫലമായിരിക്കും ഉണ്ടാക്കുകയെന്ന ആശങ്കയിലാണ് പാർട്ടി. ഇനി ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുത്താൽ രാഷ്ട്രീയ എതിരാളികളുടെ പ്രതിഷേധം നേരിടേണ്ടിയും വരും. അതിനാൽ ക്ലബ്ബുകൾ, സന്നദ്ധ സംഘടനകൾ തുടങ്ങി പാർട്ടിയുടേതല്ലാത്ത എന്നാൽ കോൺഗ്രസ് അനുഭാവികളുടേതായ പരിപാടികളിൽ രാഹുലിനെ പങ്കെടുപ്പിക്കുകയാണ് നീക്കം.
ഓണത്തിന് ശേഷം രാഹുലിനെ പാലക്കാട്ടേക്ക് കൊണ്ടുവരാനാണ് ഈ വിഭാഗത്തിന്റെ തീരുമാനം. അതിനിടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമുണ്ടായാൽ അതിനെ അനുകൂലമായി ഉപയോഗപ്പെടുത്താനും ആലോചനയുണ്ട്. അധികം നാൾ മണ്ഡലത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് ദോഷകരമാണെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് നടപടി. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് ഉചിതമായ നടപടിയെടുത്തുവെന്നും യോഗത്തെപ്പറ്റി അറിയില്ലെന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതികരിച്ചു. കോൺഗ്രസ് എല്ലാ കാര്യങ്ങളിലും ഉചിതമായ തീരുമാനം എടുത്തു എന്ന ജനങ്ങളുടെ നല്ല ബോധ്യത്തിലാണ്, ജനങ്ങളുടെ നല്ല പിന്തുണയാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പഞ്ചായത്തിന്റെ കാലാവധി തീർന്നു കഴിഞ്ഞു, ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ പോവാണ്. ഇനിയാണോ വികസനം? ജനങ്ങൾക്ക് നന്നായിട്ട് തിരിച്ചറിവുണ്ട്. ഈ സർക്കാരിന്റെയും അവരുടെ നിയന്ത്രണത്തിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഭരണ പരാജയങ്ങൾ ജനങ്ങൾ സമ്മതിക്കുന്നു. അതിനെതിരെയുള്ള വിധിയെഴുത്തിന് ജനങ്ങൾ കാത്തിരിക്കുകയാണ്. അതിനെ എന്തെങ്കിലും പുകമറ കൊണ്ട് തടയാമെന്ന് കരുതുന്നുവെങ്കിൽ അത് നടക്കില്ല. ജനങ്ങൾക്ക് ഇതിനോടകം ഞങ്ങൾ സ്വീകരിച്ച നടപടി ജനങ്ങളെ അങ്ങേയറ്റം ഞങ്ങളിൽ കൂടുതൽ മതിപ്പും അതുപോലെ തന്നെ ഞങ്ങൾക്ക് കൂടുതൽ പിന്തുണയും നൽകുന്ന നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. മറ്റൊരു പാർട്ടിക്കും ഞങ്ങളെ കുറ്റപ്പെടുത്താൻ അർഹതയില്ല. അതേസമയം രാഹുലിനെ പാലക്കാട്ടേക്ക് കൊണ്ടുവരാൻ A ഗ്രൂപ്പ് യോഗം നടന്നുവെന്ന വാർത്ത ഷാഫി പറമ്പിലും നിഷേധിച്ചു. താൻ പാലക്കാട്ടെത്തിയത് ഒരു കല്യാണത്തിന് പങ്കെടുക്കാനാണെന്നായിരുന്നു ഷാഫിയുടെ പ്രതികരണം. ന്യൂസ് 18 പാലക്കാട്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ വെള്ളപൂശാനുള്ള ഒരു ശ്രമവും കേരള ജനത അംഗീകരിച്ചു കൊടുക്കില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. പുറത്തുവരുന്നത് മഞ്ഞുമലയുടെ നേരിയ ഭാഗം മാത്രമാണ്. അക്രമ സംഭവങ്ങൾക്ക് ഷാഫി പറമ്പിൽ നേതൃത്വം നൽകുകയാണെന്നും ഗോവിന്ദൻ പറഞ്ഞു. അയ്യപ്പ ഭക്തസംഗമത്തിൽ സംശയിച്ച് ഹിന്ദു സംഘടനകൾ. അയ്യപ്പ ഭക്ത സംഗമത്തിൽ NSS പങ്കെടുക്കില്ല. സംഗീത് കുമാർ പങ്കെടുക്കുന്നത് അയ്യപ്പ സേവാ സംഘം ഭാരവാഹി എന്ന നിലയിലാണ്. NSS പങ്കെടുക്കുമോ വാർത്തകളോടാണ് നേതൃത്വത്തിന്റെ വിശദീകരണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. NSS നേരത്തെ പങ്കെടുക്കുമെന്ന നിലയിലുള്ള വാർത്തകൾ വന്നിരുന്നു. ഇതിനോടുള്ള പ്രതികരണമായാണ് സംഘടന ഇത്തരം കാര്യങ്ങളിൽ ഒരു വിശദീകരണവുമായി രംഗത്ത് വന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ BJP ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടിയുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് BJPയുടേത് രാഷ്ട്രീയ ആരോപണം മാത്രമെന്ന് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ശബരിമലയുടെ വികസനം ആഗ്രഹിക്കുന്ന എല്ലാവരെയും ക്ഷണിക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു. എന്നാൽ ബോർഡിന്റെ പ്രതികരണം തള്ളിയ ഹിന്ദു ഐക്യവേദി ഭക്തരുടെ യോഗം വിളിച്ച് വേണം തീരുമാനമെടുക്കാനെന്ന നിലപാടിലാണ്. അഖില ലോക അയ്യപ്പ സംഗമം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതാണെന്നാണ് സംഘപരിവാർ സംഘടനകളുടെയും BJPയുടെയും ഒക്കെ ആരോപണം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സംസ്ഥാന സർക്കാരും CPMഉം ഹൈന്ദവ വോട്ടുകൾ ലഭിക്കുന്നതിന് വേണ്ടി നടത്തുന്ന നീക്കമായാണ് ഇന്നലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ളവരെതിരെ വിലയിരുത്തിയത്. പക്ഷേ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളുകയാണ് ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ചെയ്തത്. അദ്ദേഹം പറയുന്നത് ഇത് ദേവസ്വം ബോർഡ് തന്നെ നടത്തുന്ന പരിപാടിയാണ്. ഒരു മലേഷ്യ എന്നുള്ള ഭക്തന്റെ നിർദ്ദേശമാണ് ദേവസ്വം ബോർഡ് ചർച്ച ചെയ്യുകയും പിന്നീട് സർക്കാരിന് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തത്. സർക്കാരും അതിന് അനുമതി നൽകി. സർക്കാരിന്റെ സഹായത്തോടെ അല്ലാത്ത വലിയ പദ്ധതികൾ നടപ്പാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് സർക്കാരിന്റെ സഹായം തേടുന്നത്. ഈ സ്റ്റാലിനെ ക്ഷണിച്ചതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം മറുപടി പറയുന്നില്ല. വിവാദങ്ങളോട് പ്രതികരിക്കാനില്ല. ഇത് വിവാദമാക്കരുത്. പകരം ശബരിമലയിൽ വിശ്വാസമുള്ള, ശബരിമലയുടെ നന്മ ആഗ്രഹിക്കുന്ന, ശബരിമലയുടെ വികസനം ആഗ്രഹിക്കുന്ന ആർക്കും ഇതിൽ പങ്കാളികളാകാം. എല്ലാവരെയും ക്ഷണിക്കും. രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങളെ രാഷ്ട്രീയ പാർട്ടികളെ ക്ഷണിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തില്ല. വേണ്ടി വന്നാൽ അവരെയും ക്ഷണിക്കാൻ തയ്യാറാണ് എന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നു. സർക്കാർ മാത്രമല്ല, ഇതിൽ നിരവധി ആളുകൾ നേരത്തെ ശബരിമലയുമായി ബന്ധപ്പെട്ട ശബരിമലയിൽ എത്താൻ ആഗ്രഹിക്കുന്ന, എത്തിയിട്ടുള്ള അങ്ങനെ നിരവധി ഭക്തരുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 500ഓളം പേർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട്. യേശുദാസിനെ പോലെയുള്ള KJ യേശുദാസിനെ പോലുള്ള ഗായകർ, ശിവമണിയെ പോലുള്ള കലാകാരന്മാർ, വിവേക് ഒബ്രോയെയും മോഹൻലാലിനെയും ജയറാമിനെയും പോലുള്ള സിനിമാ താരങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമാകാൻ തങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അവരെയൊക്കെ ക്ഷണിക്കുമെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നു. എന്നാൽ ഏതെങ്കിലും ഒരു സംഘടനയെ, അയ്യപ്പ സേവാ സംഘം അടക്കമുള്ള സംഘടനകളെ ഇതുവരെയും ക്ഷണിച്ചിട്ടില്ല എന്ന വിവാദമുണ്ട്. അത് ആരെയൊക്കെ ക്ഷണിക്കണമെന്ന കാര്യത്തിൽ ഇനി മാത്രമേ തീരുമാനം എടുക്കുകയുള്ളൂ എന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. കേന്ദ്രമന്ത്രിമാരെ പീയൂഷ് ഗോയലിനെയും അതുപോലെ തന്നെ നിതിൻ ഗഡ്കരിയും സുരേഷ് ഗോപിയും ഒക്കെ ഇതിനകം ക്ഷണിച്ചിട്ടുണ്ട്. കൂടുതൽ ആളുകളെ, കേന്ദ്രമന്ത്രിമാരെയും
എല്ലാ സംസ്ഥാനങ്ങളിലുള്ള മന്ത്രിമാരെയും ദേവസ്വം മന്ത്രിമാരെയും ഇതിലേക്ക് ക്ഷണിക്കും. പൂർണ്ണമായും ശബരിമലയുടെ വികസനം ലക്ഷ്യമിട്ടുള്ള മാസ്റ്റർ പ്ലാൻ ആളുകളുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള, അതിന് പരമാവധി സഹായം ലഭിക്കാനുള്ള ശ്രമമായാണ് ദേവസ്വം ബോർഡ് ഇതിനെ കാണുന്നത്. പക്ഷേ ഇപ്പോഴും ഹൈന്ദവ സംഘടനകൾ പലരും തങ്ങളെ ക്ഷണിച്ചിട്ടില്ല, ഇതിൽ കൃത്യമായ പക്ഷാഭേദമുണ്ട്, ഇതിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും ഒന്നും നിലപാടുകളെ ആ രീതിയിൽ ഇപ്പോഴും വിശ്വസിക്കാൻ ഹൈന്ദവ സംഘടനകൾ, സംഘപരിവാർ സംഘടന തയ്യാറാകുന്നത്. പക്ഷേ NSS ഒക്കെ സർക്കാരിനെ പിന്തുണച്ച് രംഗത്തെത്തി എന്നതും ശ്രദ്ധേയമാണ്. പക്ഷേ ഇന്ന് ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം ഇപ്പോൾ NSSന്റെ പ്രതികരണം ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കില്ല എന്നുള്ളതാണ്. സംഗീത് കുമാർ പങ്കെടുക്കുന്നത് അയ്യപ്പ സേവാ സംഘം ഭാരവാഹി എന്ന നിലയിലാണെന്നാണ് അവരുടെ വിശദീകരണം. ശ്രീജിത്ത്, ഇതിലൊരു ആശയക്കുഴപ്പമുണ്ടോ? NSS പങ്കെടുക്കില്ല എന്ന് അസന്നിഗ്ധമായി വ്യക്തമായി കഴിഞ്ഞോ? രഞ്ജിത്ത്, തീർച്ചയായും ഒരു ആശയക്കുഴപ്പമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഈ സംഗീത് കുമാർ പങ്കെടുക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചതോടെ സർക്കാരിന് NSSന്റെ പൂർണ്ണ പിന്തുണ എന്ന നിലയിലാണ് വാർത്തകൾ വന്നിരുന്നത്. ഒരുപക്ഷെ അതോടുകൂടിയായിരിക്കും ഒരു തിരുത്തലിന് NSS നേതൃത്വം തയ്യാറാകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. നിലവിൽ അവർ ചൂണ്ടിക്കാട്ടുന്നത് സംഗീത് കുമാർ അയ്യപ്പ സേവാ സംഘത്തിന്റെ ഭാരവാഹിയാണ്, ആ നിലയിലാണ് പങ്കെടുക്കുന്നതെന്നാണ് NSSന്റെ നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നത്. അതിനപ്പുറത്തേക്ക് ഇത്തരം പരിപാടികളിൽ NSS പങ്കെടുക്കുന്നില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പക്ഷെ ഔദ്യോഗികമായ ഒരു വാർത്താക്കുറിപ്പായി ഒന്നും അവർ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. സാധാരണഗതിയിൽ ശബരിമല വിവാദങ്ങളിലൊക്കെ വാർത്താക്കുറിപ്പുകൾ ഇറക്കുന്ന ഒരു രീതി NSSനെ സംബന്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ അങ്ങനെ ഒരു പ്രതികരണത്തിന് പോലും തയ്യാറായിട്ടില്ല NSS എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. എന്തായാലും പെരിങ്ങോട്ടുകരയിലെ ആരോപണം അത് ഹണി ട്രാപ്പാണെന്ന് തെളിഞ്ഞു. തൃശൂർ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് നടന്ന പീഡനക്കേസ് വഴിത്തിരിവിലേക്ക് കടക്കുകയാണ്. കേസിൽ പ്രതിയായ ദേവസ്ഥാനം മാനേജിംഗ് ട്രസ്റ്റി ഉണ്ണി ദാമോദരന്റെ മരുമകൻ TA അരുണിനെ ഹണി ട്രാപ്പ് ിൽ കുടുക്കിയതാണെന്നുള്ള വിവരമാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ കേസിൽ ബംഗളൂരു സ്വദേശിനിയായ രത്ന ഉൾപ്പെടെ, ഈ രത്നയാണ് ഇതുമായി ബന്ധപ്പെട്ട പീഡന ആരോപണം ഉന്നയിച്ചത്. നമുക്കറിയാം, ഇവരുൾപ്പെടെ 5 പേർ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു. 3 മലയാളികളും ഉണ്ട് എന്നുള്ളതാണ്. അതിൽ പ്രധാനി ഈ ഉണ്ണി ദാമോദരൻ്റെ സഹോദരൻ്റെ മകൻ പ്രവീണാണ്. ദേവസ്ഥാനവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളൊക്കെയാണ് ഇതിലേക്ക് നയിച്ചത് എന്നാണ് മനസ്സിലാകുന്നത്. ജൂൺ 16-ന് ബംഗളൂരു സ്വദേശിനിയായ രത്ന ദേവസ്ഥാനത്തിന് സമീപത്തെ മുറിയിൽ വെച്ച് അരുൺ തന്നെ പീഡിപ്പിച്ചുവെന്ന് കാണിച്ചാണ് പരാതി നൽകിയത്. പ്രതികൾക്ക് കടുത്ത ശിക്ഷ ലഭിക്കുന്നതുവരെ നിയമപരമായി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ ഉണ്ണി ദാമോദരന്റെ മകൾ ഉണ്ണിമായ വ്യക്തമാക്കിയിരിക്കുന്നത്. പൂജയ്ക്കായി എത്തിയ യുവതിയെ ദേവസ്ഥാനം മാനേജിംഗ് ട്രസ്റ്റി ഉണ്ണി ദാമോദരന്റെ മരുമകൻ അരുൺ പീഡിപ്പിച്ചെന്നായിരുന്നു പരാതി. ബംഗളൂരു പോലീസ് അരുണിനെ അറസ്റ്റ് ചെയ്ത് 45 ദിവസങ്ങൾക്ക് ശേഷം ജാമ്യത്തിൽ വിട്ടിരുന്നു. എന്നാൽ ഇതൊരു ഹണി ട്രാപ്പാണെന്ന് ആരോപിച്ച് കുടുംബം ആഭ്യന്തരമന്ത്രി G. പരമേശ്വരന് പരാതി നൽകുകയും ചെയ്തിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കേസിൽ വലിയൊരു വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. അരുണിനെതിരായിട്ടുള്ള പരാതി വ്യാജമാണെന്നും ഹണി ട്രാപ്പാണെന്നും പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. അരുണിനെതിരെ പരാതി നൽകിയ ബംഗളൂരു സ്വദേശിനിയും മസാജ് പാർലർ ജീവനക്കാരിയുമായ രത്ന, സഹായ് മോണിക്ക, പാലക്കാട് സ്വദേശിയും ഇവന്റ് മാനേജ്മെന്റ് കമ്പനി നടത്തിപ്പുകാരനായ ശരത് മേനോൻ, ഇയാളുടെ സഹായി സജിത്ത് ആലം എന്നിവരെയാണ് കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഉണ്ണി ദാമോദരന്റെ ബന്ധു പ്രവീണിനെ 1-ാം പ്രതിയാക്കിയാണ് കേസെടുത്തിരിക്കുന്നത്. പ്രവീൺ ഇപ്പോൾ ഒളിവിലാണ്. പ്രവീണാണ് രത്ന എന്ന യുവതിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് അടക്കം എടുത്തു നൽകിയതെന്ന് മകൾ ഉണ്ണിമായ പറഞ്ഞു. ഈ സ്ത്രീക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു കൊടുത്തത് പ്രവീണാണ്. ഇന്നും ഞാൻ പറയുന്നു, ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ പ്രവീണാണ്. ആരെയും കഴിവിലാറ്റാനോ ആരെയും കുറ്റപ്പെടുത്താനോ അല്ല. ഈ നിയമവ്യവസ്ഥിതി മാറണം. ഒരു പെണ്ണ് ചെന്ന് പറയുമ്പോഴേക്കും കേസെടുക്കുകയും ആ കുടുംബത്തെ മുഴുവൻ കരിവാരി തേക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന നിയമവ്യവസ്ഥിതി മാറണം. ഹണി ട്രാപ്പ് നടത്തുന്നതിനായി 20 ലക്ഷം രൂപയാണ് വാഗ്ദാനം ചെയ്തത്. എന്നാൽ 8 ലക്ഷം രൂപ മാത്രമാണ് ലഭിച്ചതെന്ന് രത്ന പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട്. പ്രവീണും
പ്രതികളും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിന്റെ തെളിവുകളും പോലീസിന് ലഭിച്ചു. ഒപ്പം പീഡനം നടന്നു എന്ന് പറയുന്ന സമയത്ത് അരുണും ഉണ്ണി ദാമോദരനും ദേവസ്ഥാനത്തുണ്ടായിരുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പോലീസിന് കണ്ടെത്താനും കഴിഞ്ഞിട്ടുണ്ട്. പ്രതികൾക്ക് ശിക്ഷ ലഭിക്കുന്നതുവരെ നിയമപരമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഉണ്ണിമായുടെ തീരുമാനം. ദേവസ്ഥാനത്തിന്റെ ഉടമസ്ഥതയെ ചൊല്ലി ഉണ്ണി ദാമോദരനും സഹോദരങ്ങളും തമ്മിൽ വലിയൊരു തർക്കം നിലനിൽക്കുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് ഒരു വ്യാജ പരാതിയുമായി ഇവർ എത്തിയത് എന്നാണ് ഉണ്ണി ദാമോദരനും കുടുംബവും ആരോപിക്കുന്നത്. ആവേശത്തുഴയേറിയാൻ പുന്നമട. നെഹ്റു ട്രോഫി വള്ളം കളിക്കായി പുന്നമട ജലാശയം ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്നു മുതൽ ഒരുപാട് ആവേശ കാഴ്ചകൾ രാവിലെ മുതൽ പ്രേക്ഷകർക്കായി നമ്മൾ എത്തിക്കുന്നുണ്ട്. ചുണ്ടൻ വള്ളങ്ങളുടെ തയ്യാറെടുപ്പ്, അവരുടെ ഭക്ഷണക്രമം, ഒപ്പം പുന്നമട അല്ലെങ്കിൽ ആലപ്പുഴ എമ്പാടുമുള്ള ആവേശം. ടൂറിസം രംഗത്തിലും വലിയ തോതിലുള്ള ഉണർവാണ് ഈ വള്ളം കളി എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. സാധാരണ നടക്കുന്നതിനേക്കാൾ അല്പം വൈകിയാണ് എങ്കിൽ പോലും ആവേശത്തിലൊട്ടും കുറവില്ലാതെയാണ് പുന്നമട ഇതിനെ നേരിടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എൽദോപ്പോൾ പുതുശ്ശേരിയും ഒപ്പം ശ്രീജ ശ്യാമും വിവരങ്ങൾ പങ്കുവെക്കും. ആവേശത്തിന്റെ ഈ ഒരു പകൽ അവസാനിക്കുകയാണ്. ഈ രാത്രി കഴിഞ്ഞ് നാളെ നേരം പുലരുമ്പോൾ ഈ കാണുന്ന ശാന്തതയൊന്നുമില്ല. ഈ പുന്നമടയിലെ നെട്ടായം അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ്. കാരണം നാളെ ജലരാജാക്കന്മാരാണ് ഇങ്ങോട്ട് എഴുന്നള്ളുന്നത്. 71ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇന്നത്തെ ഈ വൈകുന്നേരത്തോടെ, ഈ രാത്രിയോടെ പൂർത്തിയാവുകയാണ്. അത് കഴിഞ്ഞ് നാളെ നേരം പുലരുന്നത് 71ാമത് ജലരാജാവ്, 71ാമത്തെ ജലരാജാവ് ആരാകും എന്നറിയാനുള്ള കാഴ്ചയിലാണ്. ഇന്നത്തെ ദിവസം മുഴുവൻ ഞങ്ങൾ പല ക്യാമ്പുകളിലായിരുന്നു. എല്ലാവരും വളരെ ആക്റ്റീവായി റെഡി ആയിരിക്കുകയാണ്. ഹാപ്പിയാണ്. ഏറ്റവും പ്രശ്നം സന്തോഷകരമായിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഈ വള്ളംകളിയുടെ ഒരു ആവേശത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നത് നേരിട്ട് കാണുമ്പോഴാണ്. ഞാൻ ആദ്യമായിട്ടാണ് ടെലിവിഷനിൽ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അത് ക്യാമ്പിൽ തന്നെ കണ്ടപ്പോൾ സന്തോഷം ഭീകരമാണ്. ഇനി എൻ്റെ ഏറ്റവും വലിയ കൗതുകം, ഒരു ആകാംക്ഷ, അത് ഈ ഡബിൾ ഹാട്രിക്കിലേക്ക് PBC എത്തുമോ എന്നുള്ളത്. മറ്റൊന്ന് കാര്യച്ചാലിൻ്റെ ഒരു പുതിയ ടീം എങ്ങനെയുണ്ട്. ഈ രണ്ട് കാര്യമാണ് എനിക്ക് പ്രധാനമായിട്ട് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി പുന്നമടയിലെ ആവേശവും കാണണം, പുന്നമടയിലെ ആ ഓളം എനിക്ക് നേരിട്ട് അറിയണം. അതാണ് ഈ ദിവസത്തെ കാത്തിരിപ്പ്. ഏറ്റവും പ്രധാനം അതിന് പറ്റിയത് നമ്മളിപ്പോൾ ഉള്ളത് ഇതാ ഈ കാണുന്നതാണ് നെഹ്റു പവലിയൻ. ആ നിൽക്കുന്നതാണ് നെഹ്റുവിൻ്റെ പ്രതിമ. ഇതൊരു ഐക്കണാണ്, ഈ വള്ളംകളിയെ സംബന്ധിച്ചൊക്കെ ഒരു ഐക്കണാണ്. കാരണം നെഹ്റു ട്രോഫിക്ക് വേണ്ടി നെഹ്റു ട്രോഫി എന്ന് നാമകരണം ചെയ്തതിന് ശേഷം നെഹ്റുവിൻ്റെ സ്മരണയ്ക്ക് നിർമ്മിച്ചതാണ് ആ പവലിയൻ. അവിടെയാണ് VIP പവലിയൻ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ റോസ് കോർണർ എന്നറിയപ്പെടുന്ന ഈ ഭാഗത്തൊക്കെ നാളെ മണ്ണിട്ടാൽ വീഴാത്ത തരത്തിൽ ആളുകൾ വന്നു നിറയും. ആവേശത്തോടെ അവരൊക്കെ കാത്തിരിക്കുന്നത് ഈ മാമാങ്കത്തിൽ ആരാവും ചക്രവർത്തി എന്നറിയാനാണ്. ഈ മഴ ഒരു പ്രശ്നമുണ്ട്. ഇന്ന് വൈകുന്നേരങ്ങളിൽ മഴ പെയ്തു. വള്ളംകളിക്ക് എന്ത് മഴ അല്ലേ? വള്ളംകളിക്ക് മഴ ഒരു പ്രശ്നവുമില്ല. നമ്മളെപ്പോലെ ഈ കാഴ്ചക്കാർക്കും നമ്മളെപ്പോലെ റിപ്പോർട്ട് ചെയ്യുന്നവർക്കും ഒക്കെ മഴ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അവരെ സംബന്ധിച്ച് ആവേശമാണ്. വള്ളത്തിൽ ഇരിക്കുമ്പോൾ വെള്ളം വീഴുന്നത് അവർക്കൊരു ആവേശമാണ്, ഊർജ്ജമാണ്. അപ്പോൾ പ്രേക്ഷകരുടെ അറിവിലേക്ക് നാളത്തെ ദിവസം ഇങ്ങനെയൊക്കെയാണ്. രാവിലെ തന്നെ ഞങ്ങൾ തുടങ്ങും. പല ക്യാമ്പുകളിൽ നിന്നുള്ള കാഴ്ചകളുമായി നമ്മൾ തുടങ്ങും. 11 മണിയോടെ ഇവിടെ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് ആരംഭിക്കും. 1 കിലോമീറ്ററും 150 മീറ്ററും 1150 മീറ്റർ വരുന്നതാണ് ഈ ട്രാക്ക്. ഈ ട്രാക്കിൽ 4 ട്രാക്കുകളിലായി ചക്രവർത്തിമാരിങ്ങനെ എഴുന്നള്ളിക്കൊണ്ടേയിരിക്കും. രാവിലെ തൊട്ട് ആ കാഴ്ച കാണാൻ ഭയങ്കര നല്ലതാണ്. ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാവിലെ ഈ വള്ളങ്ങളെല്ലാം തേച്ചുമിനുക്കി നീറ്റിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. വീണ്ടും മത്സരത്തിന് തൊട്ട് മുന്നേയുള്ള ഒടുവിലത്തെ ഒരുക്കവും കഴിഞ്ഞ് അങ്ങ് ഇറങ്ങാൻ പോവുകയാണ്, മിന്നിത്തിളങ്ങി. ആ ഒരുക്കങ്ങളുടെ കാഴ്ചയും തത്സമയം എത്തിക്കും. രാവിലെ 7 മണി മുതൽ തന്നെ ന്യൂസ് 18 ഉണ്ടാകും ഉറപ്പായിട്ടും. അത് കഴിഞ്ഞ് നമ്മൾ 2 മണിക്ക് ഒഫീഷ്യൽ ഉദ്ഘാടനമുണ്ട്. 4 മണിയോടെ ഫൈനൽ നടക്കും. തീപാറ ഇതിങ്ങനെ വെറുതെ ശാന്തമായി കിടക്കുന്ന ഈ പുന്നമടയിലെ ഓളങ്ങളൊന്നും അല്ല. അപ്പോൾ നമ്മൾ കാണാം അഗ്നിഗോളങ്ങളായി മാറുന്ന ഓളങ്ങളെ നമുക്ക് കാണാം. ആ കാഴ്ചകളൊക്കെ പ്രേക്ഷകരിലേക്ക് തത്സമയം എത്തിക്കാൻ ഞങ്ങളുടെ വിപുലമായ സംവിധാനങ്ങളെല്ലാം റെഡിയാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടായാൽ മാത്രം മതി. നാളെ രാവിലെ കാണാം. വള്ളംകളിക്ക് തൊട്ടു മുൻപുള്ള ദിവസങ്ങൾ വള്ളങ്ങളുടെ സുഖചികിത്സയുടെ കാലം കൂടിയാണ്. 1 മാസത്തോളം നീണ്ട അധ്വാനം കഴിഞ്ഞ് അവസാനവട്ട മിനുക്കുപണി പൂർത്തിയാക്കി നാളത്തെ ദിവസത്തിനായി കാത്തിരിക്കുകയാണ് ജലരാജാക്കന്മാർ. ഒരു വള്ളംകളി നടക്കുമ്പോൾ നമ്മൾ അതിൻ്റെ പല ആവേശവും പല കാര്യങ്ങളും ഇപ്പോൾ പല സമയത്തായി നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചു. ഇത് അപൂർവമായൊരു കാഴ്ചയാണ്. എപ്പോഴും നമുക്ക് കാണാൻ കഴിയാത്തതാണ്. ഈ വള്ളങ്ങളിങ്ങനെ വെള്ളത്തിൽ പാഞ്ഞു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്ര അടുത്ത് ഒരു ചുണ്ടൻ വള്ളം കാണുക എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെ നടക്കാറില്ല. അപ്പോൾ ഇപ്പം നമ്മളുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കടുത്ത പരിശീലനം പൂർത്തിയാക്കി റെസ്റ്റിന് വേണ്ടി, മിനുങ്ങാൻ വേണ്ടി വള്ളപ്പുരയിലേക്ക് കയറ്റിയിട്ടുള്ള ഒരു ചുണ്ടൻ വള്ളത്തിനടുത്താണ്.
ഈ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ നമ്മൾ ക്യാമ്പിലൊക്കെ പോയി ആളുകളൊക്കെ റെസ്റ്റ് എടുക്കുന്നത് കണ്ടു. അതുപോലെ വള്ളത്തെ സംബന്ധിച്ചും ഈ ദിവസം, ഈ കഴിഞ്ഞ ദിവസങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സമയത്താണ് നാളെ നെഹ്റു ട്രോഫിക്ക് ഇറങ്ങി പുന്നമടയിലെ നെട്ടായത്തിൽ മിന്നിക്കയറാൻ വേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കുന്നത് ഈ ഒരു സമയത്താണ്. ഇപ്പം നമ്മുടെ കൂടെയുള്ളത് ഇതിനൊക്കെ നേതൃത്വം നൽകുന്ന ബൈജേട്ടനാണ്. ബൈജേട്ടാ നമസ്കാരം. 2 ദിവസമായല്ലേ വള്ളം കയറിയിട്ട്? വള്ളം കയറിയിട്ട് പിന്നെ ഇതിപ്പോൾ നമുക്ക് വളരെ സമയം കുറവാണ് ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്നത്. എന്നാലും ഞങ്ങൾ മാക്സിമം ഇതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, രാത്രിയും പകലും. പിന്നെ ഈ നടുവം വള്ളം ഏകദേശം ഞാനൊരു 10 വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ വർക്കിന് വേണ്ടി ഞങ്ങളെല്ലാവരും ഉത്സാഹിച്ച് നിന്നാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് നമ്മൾ ചെയ്യുന്ന വള്ളം കയറ്റി കഴിയുമ്പോൾ ആദ്യം കംപ്ലീറ്റ് ചെയ്ത് ഉണക്കും. ബ്ലോവർ വെച്ചിട്ട് ഉണക്കിയിട്ടാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത്. പണ്ട് കാലത്ത് ഈ താഴത്തെ ഷീറ്റ് ഇട്ടിട്ട് ചിരട്ടയും തൊണ്ടും കൂടെ ഇട്ടുകൊണ്ടാണ് ചൂടാക്കുന്നത്. അപ്പോൾ അത് സമയക്കുറവ് കാരണം ഇപ്പം നമ്മൾ ഗ്യാസിൽ ബ്ലോവർ വെച്ചാണ് പെട്ടെന്ന് ചൂടാക്കി എടുക്കുന്നത്. സമയക്കുറവ് കൊണ്ടാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് മുമ്പെന്ന് പറഞ്ഞാൽ നമുക്കൊരു 5-6 ദിവസമൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പം നമുക്കങ്ങനെ കിട്ടുന്നില്ല. അതാണ് കാരണം ട്രയലിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ അതുപോലെ മാക്സിമം അതിന് വേണ്ട മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഇപ്പം ഫാസ്റ്റായിട്ട് ചെയ്യുന്നത്. ഇതെല്ലാം ഇതിൻ്റെ തറകളാണ്. അത് ഹോളാ വലിയ ഉള്ളിലേക്ക് ഒഴിഞ്ഞു. അത് നമ്മൾ ഇങ്ങനെ ബോഡി ഫില്ലർ വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കുക. അത് ഇങ്ങനെയല്ല ശാസ്ത്രീയമായിട്ട് ചെയ്യേണ്ടത്. ഇതിനെ മറ്റേ മെഴുകാ വെക്കുന്നത്. അപ്പം അതിപ്പം നടക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് പോകുന്നത്. ഈ ഒരു 2 ദിവസത്തെ ഈ ശുശ്രൂഷയിലാണ് ഇവൻ ഇറങ്ങുമ്പോൾ അല്ലെ അതിന്റെ സ്പീഡും അതിന്റെ പെർഫെക്ഷനും എല്ലാം ഈ ഒരു 2 ദിവസത്തെ ശുശ്രൂഷയിലാണ്. ഇത് നമ്മൾ വളരെ ക്ലാസ് ആക്കി വണ്ടിയുടെ ഫിനിഷിലാക്കി കൊണ്ടുവരുന്നത്. അത് വണ്ടിയുടെ ഒക്കെ മെറ്റീരിയൽ തന്നെ യൂസ് ചെയ്യുന്നത്. ഓട്ടോമോട്ടീവ് ആണ് യൂസ് ചെയ്യുന്നത് കൂടുതലും. പിന്നെ ഞങ്ങളുടെ കുറെ ജോലിക്കാരുണ്ട്. എല്ലാവരുടെയും ആൾക്കാരുണ്ട്. ഈ ചുണ്ടൻവള്ളം എന്ന് പറയുമ്പോഴേ നമുക്കിപ്പോ ഇങ്ങനെ സാധാരണ അതിങ്ങനെ കാണുമ്പോൾ ഒരു നീളത്തിലൊരു സാധനം, പക്ഷെ അങ്ങനെയല്ല. ഇതിന് ഓരോ ഭാഗത്തിനും ഓരോ പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയുള്ള ഭാഗങ്ങളിൽ നിന്നാണ് ഇതിന് ഈ സ്പീഡ് എടുക്കാൻ പറ്റുന്നതൊക്കെ. ഈ ചുണ്ടൻവള്ളത്തിനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എനിക്കൊന്ന് വിശദീകരിച്ചു തരുമോ? ഇതിന്റെ തലഭാഗം മുതൽ ഇടിത്തടി എന്ന് പറയുന്ന അവിടെ ഒരു നറുക്ക് ഭാഗം വരുന്നതാണ് അവിടെ വരുന്നത്. അപ്പം ഇതിന്റെ കൂടുതലും പ്രഷർ വരുന്ന സ്ഥലമാണ് ഇത്. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗം. പിന്നെ ബാക്കി കുറച്ച് ഭാഗമേ ഫ്രണ്ടിലേക്ക് വരുന്നുള്ളൂ. അത് പിന്നെ വരുന്ന ഒന്നാം തുഴക്കാരുടെയൊക്കെ ഒരു കൺട്രോളാണ്. പിന്നെ അമരത്തിരിക്കുന്നവരുടെയും കൺട്രോളാണ്. അവരാണ് ഇതെല്ലാം നിർത്തിക്കുന്നത്. അത് 56 കോല് കണക്കാണ് അതിന്റെ പറയാം. 56 കോല് നീളമാണ്. ഈ നടുഭാഗം വള്ളത്തെ പറ്റി പൊതുവെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഏറ്റവും വലിയ നടുഭാഗം ചുണ്ടനുമായി ചേർന്നാണ് ഇപ്പോൾ ശ്രീജ സംസാരിച്ചത്. വള്ളങ്ങളുടെ ഒരു ഒരുക്കത്തിൻ്റെ കാലം കൂടി അത് വളരെ പ്രധാനമാണ്. ഒരുപാട് തയ്യാറെടുപ്പുകൾ വേണം. നമുക്കറിയാം ഈ വള്ളം കളിയിലേക്കൊക്കെ എത്താനും ചുണ്ടൻ വള്ളങ്ങൾക്കൊക്കെ ഒരുപാട് തയ്യാറെടുപ്പുകളും ഒരുപാട് കായിക അധ്വാനവും വേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ ഇതിൻ്റെ പിറകിലുണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കണം. നെഹ്റു ട്രോഫിയിൽ മത്സരിക്കാൻ കുമരകം ടൗൺ ബോട്ട് ക്ലബിൻ്റെ പായിപ്പാടം ചുണ്ടനുമിറങ്ങും. ടോണി അച്ചായൻസ് ആണ് ക്യാപ്റ്റൻ. 80ഓളം പേരാണ് പായിപ്പാടൻ വള്ളത്തിൽ തുഴയുന്നത്. 2024 പുനർനിർമ്മിച്ച നീറ്റിലിറക്കിയ വള്ളമാണ് പായിപ്പാടൻ ചുണ്ടൻ. കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് 2010 നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയിരുന്നു. ഓഗസ്റ്റ് 1 മുതൽ കുമരകത്ത് പരിശീലനത്തിലാണ് ടീം. 15 വർഷത്തിന് ശേഷം നെഹ്റു ട്രോഫി കോട്ടയത്തിൻ്റെ മണ്ണിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് നാട്ടുകാരും ടീമംഗങ്ങളും. നമ്മൾ ജയിക്കും. കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബിൽ നമ്മൾ ജയിച്ചിരിക്കും. അച്ചായൻസിന്റെ സ്പോൺസർഷിപ്പിൽ വരുന്ന കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് നമ്മൾ ജയിക്കും. കാരണം ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങള് 15 വർഷമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഇവിടുത്തെ വികാരമാണ്, കുമരകം കോട്ടയംകാരുടെ വികാരമാണ് നമ്മൾ നടത്തി കൊടുക്കാൻ പോകുന്നത്. ഈ ട്രയലിന് വേണ്ടി നമ്മൾ വന്ന ട്രയൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ പിള്ളേർ നല്ല രീതിയിൽ തന്നെ ഫിനിഷ് ചെയ്തു. ജനങ്ങളെ കാണിക്കണം ഞങ്ങൾ എന്താണ്, ഞങ്ങളുടെ ബലം എന്താണെന്ന് കാണിക്കും. ജയിക്കോ ജയിക്കാതിരിക്കോ നമ്മുടെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ദൈവം നമ്മളെ അനുവദിക്കണം. പക്ഷെ ജയിക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്ക്. കാരണം നാട് മുഴുവൻ ഒറ്റക്കെട്ടായി ഞങ്ങളുടെ ഒപ്പം ഉണ്ട്. പിന്നെ എങ്ങനെ നമ്മൾ ജയിക്കാതിരിക്കും? 1 മാസം മുമ്പ് ഞങ്ങൾ ട്രയൽ തുടങ്ങി. ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി, കുമരകത്തിന് വേണ്ടി നമ്മൾ ജയിച്ചിരിക്കും. നെഹ്റു ട്രോഫി വള്ളംകളി ആവേശമാക്കാൻ മനോഹരമായ ഗാനവും കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് ഇറക്കിയിട്ടുണ്ട്. കാണികളെ പൂർണ്ണമായും ആവേശത്തിൽ എത്തിക്കുവാൻ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഗാനരചന നിർവഹിച്ച അൽഫോൺസ് ജോസഫ് സംഗീതം നൽകിയ ഗാനത്തിൽ ക്യാപ്റ്റൻ ടോണി അച്ചായൻസും സംഘാംഗങ്ങളുമാണ് ചുവടുവെക്കുന്നത്.
കുട്ടി. സഞ്ചാരികളുടെ മറുതി സൈത കുത്തുക്കുടകൾ ഉയർന്നു തുടങ്ങി. വള്ളം കളിയുടെ കായിക മേളയിൽ ഉള്ളം തുള്ളി തുള്ളി ഉണർന്നു. നെഹ്റു ട്രോഫി വള്ളം കളികളിതാ തുടരുകയായി. സഞ്ചാരികളുടെ മറുതി സൈത കുത്തുക്കുടകൾ ഉയർന്നു തുടങ്ങി. നെഹ്റു ട്രോഫി വള്ളം കളികളിതാ കാത്തിരുന്ന സ്വപ്നങ്ങൾ കാണാൻ കൂടെ പോരൂ. തുഴതുഴയും പോരാട്ടം തുടരാം. ഉന്നമടക്കായൽ കരകളിതാ ഇളകി മറിഞ്ഞ് ഇടിതാളം കേട്ടു തുഴഞ്ഞോളിൻ. മറ്റൊരു വാർത്തയിലേക്ക് പോകണം. ഒല്ലൂരിൽ BJPക്ക് സർപ്രൈസ് സ്ഥാനാർത്ഥി ഉണ്ടാകുമോ? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒല്ലൂരിൽ തൃശൂർ മേയർ MK വർഗീസിനെ സ്ഥാനാർത്ഥിയാക്കാൻ BJPയുടെ നീക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി നേടിയ 10,000 വോട്ടുകളുടെ ലീഡാണ് BJPയുടെ ബലം. ക്രൈസ്തവ വോട്ടുകൾ നിർണായകമായ ഇവിടെ വർഗീസ് എത്തിയാൽ ജയം നേടാമെന്ന് BJP കണക്കുകൂട്ടുന്നു. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കാനുള്ള നീക്കത്തിലാണ് BJP. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം ഒല്ലൂർ നിയമസഭാ മണ്ഡലത്തിൽ തുടരാനാണ് BJPയുടെ നീക്കം. കോൺഗ്രസിലും ഇടതുമുന്നണിയിൽ നിന്ന് പ്രവർത്തിച്ച MK വർഗീസ് ക്രൈസ്തവ വോട്ട് ബാങ്കുകളിലടക്കം നിർണായക സ്വാധീനം ചെലുത്തി വിജയിക്കുമെന്ന് BJP കണക്കുകൂട്ടുന്നു. ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് തന്നെ വർഗീസ് മത്സരിക്കില്ല. കാലാവധി പൂർത്തിയാകുന്നതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ വർഗീസ് BJPയിലെത്തുമെന്നാണ് സൂചന. ഇക്കാര്യത്തിൽ ചർച്ചകൾ സജീവമായി തുടരുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ B ഗോപാലകൃഷ്ണൻ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ 22,000 വോട്ട് മാത്രമാണ് BJP നേടിയത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10,000 വോട്ടുകളുടെ ഭൂരിപക്ഷം ഒല്ലൂരിൽ മാത്രം സുരേഷ് ഗോപി നേടി. ഇതോടെയാണ് BJPയുടെ A+ മണ്ഡലത്തിലേക്ക് ഒല്ലൂർ കടന്നുവന്നത്. ത്രികോണ പോരാട്ടത്തിൽ പൊതുസമ്മതനെ കൊണ്ടുവന്നാൽ നേട്ടമാകുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. ഇടതുമുന്നണിയുടെ മേയറായി നിൽക്കുമ്പോഴും BJP അനുകൂല നിലപാടുകൾ പല ഘട്ടങ്ങളിലായി വർഗീസ് സ്വീകരിച്ചിരുന്നു. ഇതിനെതിരെ കടുത്ത വിമർശനവുമായി VS സുനിൽകുമാർ ഉൾപ്പെടെയുള്ള CPI നേതാക്കളും രംഗത്ത് വന്നിരുന്നു. ഏതായാലും BJPയുടെ പുതിയ രാഷ്ട്രീയ നീക്കം ഫലം കണ്ടാൽ അത് ഇടതുമുന്നണിയിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നുറപ്പ്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. കൂത്താട്ടുകുളം നഗരസഭാ ഭരണം UDF പിടിച്ചു. ചെയർമാൻ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ CPM വിമത കലാരാജു ജയിച്ചു. 12-നെതിരെ 13 വോട്ടുകൾക്കാണ് ജയം. കൂത്താട്ടുകുളം നഗരസഭ അധ്യക്ഷയായി കലാരാജു, CPM വിമത എന്ന് വിശേഷിപ്പിക്കാവുന്ന കലാരാജു തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഇതിൽ കഴിഞ്ഞ ഏറെ നാടകീയ സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ നാളുകളായിട്ട് നടന്നിരുന്നു. ഒട്ടേറെ രാഷ്ട്രീയ വിവാദങ്ങളായിരുന്നു. CPM കൗൺസിലറായി വിജയിച്ച കലാരാജു വിമത ശബ്ദമുയർത്തി CPMനെതിരെ നിൽക്കാൻ തുടങ്ങിയിട്ട് നാളുകളായിരുന്നു. പിന്നീട് വന്ന അവിശ്വാസത്തിൽ CPMനെതിരെ, അതായത് LDF ഭരണ സംവിധാനത്തിനെതിരെ വോട്ട് ചെയ്യും എന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വന്നപ്പോൾ അവരെ CPM ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടുപോയെന്നതടക്കമുള്ള കാര്യങ്ങൾ സംഭവിക്കുകയും വലിയ വിവാദങ്ങളിലേക്കെല്ലാം തന്നെ അത് വഴിവെക്കുകയും ചെയ്തിരുന്നു. പിന്നീട് UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ കലാരാജു വിപ്പ് ലംഘിച്ചുകൊണ്ട് പിന്തുണയ്ക്കുകയായിരുന്നു. തുടർന്ന് LDFന് ഭരണം നഷ്ടമാവുകയും ചെയ്തു. ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ സംവിധാനത്തിൽ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് UDF പിന്തുണച്ചത് കലാരാജുവിനെയാണ്. കലാരാജു ഇപ്പോൾ കൂത്താട്ടുകുളം നഗരസഭാ അധ്യക്ഷയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതാണ്. വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് PG സുനിൽകുമാർ സ്വതന്ത്ര കൗൺസിലറായിരുന്നു. അദ്ദേഹമാണ് വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഈ വലിയ പ്രതിഷേധങ്ങളും അവിടെ സംഭവിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ CDS അധ്യക്ഷയായിരിക്കെ ഫണ്ടിൽ വലിയ തിരിമറി നടത്തിയെന്ന ആക്ഷേപമായിട്ട് കുടുംബശ്രീ പ്രവർത്തകർ കലാരാജുവിനെതിരെ രംഗത്ത് വരികയും അവിടെ നിന്ന് ഒരു പ്രതിഷേധ സമരമെല്ലാം തന്നെ നടക്കുകയും ചെയ്തു. എന്തായാലും പ്രസ്ഥാനത്തെ വഞ്ചിച്ചിരിക്കുകയാണ് എന്നതാണ് CPM പ്രവർത്തകർ, CPM നേതൃത്വം, പ്രാദേശിക നേതൃത്വം ആരോപിച്ചിരിക്കുന്നത്. കലാരാജുവിനെതിരെ പ്രതിഷേധ പരിപാടികൾ തുടരുമെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഇനിയും കൂത്താട്ടുകുളം രാഷ്ട്രീയ ശ്രദ്ധാകേന്ദ്രമാകുമെന്ന് തന്നെ ഉറപ്പാണ്. മാത്രവുമല്ല, വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിലും ഇവിടെയുള്ള ഈ കാലമാറ്റവും കാര്യങ്ങളുമെല്ലാം തന്നെ സജീവ രാഷ്ട്രീയ ചർച്ചയാകുമെന്നതിനും ഒരു തർക്കവുമില്ല. അനാസ്ഥയുടെ മെഡിക്കൽ രംഗം. കോഴിക്കോട് കുറ്റ്യാടിയിൽ ക്യാൻസർ ബാധിതയായ യുവതി അക്യൂപങ്ചർ ചികിത്സയെ തുടർന്ന് മരിച്ചതിൽ അന്വേഷണം തുടങ്ങി പോലീസും ആരോഗ്യവകുപ്പും.
ഹാജരയ്ക്ക് സ്തനാർബുദമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും അക്യുപങ്ക്ചർ ചികിത്സ തുടർന്നാണ് മരണകാരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. രോഗം മൂർച്ഛിച്ചപ്പോഴും വെള്ളവും അത്തിപ്പഴവുമായിരുന്നു ഭക്ഷണമായി നിർദ്ദേശിച്ചതടക്കം വ്യക്തമാക്കുന്ന ശബ്ദരേഖയും പുറത്തു വന്നിരുന്നു. സ്തനാർബുദം ബാധിച്ച ഹാജര ഞായറാഴ്ചയാണ് മരിച്ചത്. ശരീരത്തിലെ വേദനയെ തുടർന്ന് ഹാജര കുറ്റ്യാടിയിലെ അക്യുപങ്ക്ചർ സ്ഥാപനത്തിൽ ചികിത്സ തേടുകയായിരുന്നു. ഇവിടുത്തെ അക്യുപങ്ക്ചറിസ്റ്റായിരുന്ന ഫെമിനയാണ് ഇത് മറച്ചുവെച്ച് അക്യുപങ്ക്ചർ ചികിത്സ നൽകി രോഗം വഷളാക്കിയതെന്നാണ് ബന്ധുക്കൾ പറയുന്നു. ഈ അവസ്ഥ മുന്നോട്ട് പോകുമ്പോൾ വേദന കഠിനമായപ്പോഴും രോഗനിർണയം നടത്തിയിരുന്നു. സ്തനാർബുദമാണെന്നും അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന് തിരിച്ചറിയുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത് ഗുരുതരമായ അസുഖമാണ് എന്ന് ഹാജരയെ ധരിപ്പിക്കാതെ ചികിത്സ തുടരുകയും പിന്നീട് ഇത് മരണത്തിലേക്ക് നയിക്കുകയുമായിരുന്നു എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഈ അസുഖം പൂർണ്ണമായി ഭേദമാകണമെങ്കിൽ എന്തെങ്കിലും റിയാക്ഷൻ ശരീരത്തിലുണ്ടാവും, പനിയടക്കമുള്ളവ എത്തുന്നത്, അല്ലെങ്കിൽ ശരീരത്തിൽ പഴുപ്പ് പ്രത്യക്ഷമാവുന്നത് എന്നിവയൊക്കെ ഈ രോഗം ഭേദപ്പെടുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് എന്ന് ഹാജരയോട് ഈ ചികിത്സക പറയുകയും ചെയ്തിരുന്നു. ശരീരത്തിലുണ്ടാവുന്ന ഇത്തരം ലക്ഷണങ്ങളൊക്കെ അതിൻ്റെ ഒരു തുടർച്ച എന്ന വണ്ണം ആണ്. അത് ചികിത്സയിലൂടെ പൂർണ്ണമായി ഭേദപ്പെടുത്താൻ കഴിയും എന്ന് അറിയിക്കുകയും ചെയ്തു. മറിച്ച് ശസ്ത്രക്രിയ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്താൽ രോഗം പിന്നീട് ഭേദമാക്കാൻ കഴിയില്ല. പിന്നീട് ഇത്തരത്തിലുള്ള ഒരു ചികിത്സയും ശരീരത്തിൽ ഫലിക്കില്ല. സൂര്യപ്രകാശം കൊള്ളുന്നതടക്കമുള്ള കാര്യങ്ങൾ ചെയ്താൽ രോഗശാന്തി ഉണ്ടാകുമെന്ന് അറിയിക്കുകയും ചെയ്തു. അത്തിപ്പഴവും വെള്ളവും മാത്രം കുടിക്കാനാണ് രോഗം ഏറെ മൂർച്ഛിച്ച ദിവസങ്ങളിലും ഈ ഫെമിന ഈ ഹാജരയ്ക്ക് നൽകിയ നിർദ്ദേശം. എന്തായാലും ഇത്തരത്തിലുള്ള ചികിത്സയെ തുടർന്ന് അതീവ ഗുരുതരാവസ്ഥയിലേക്ക് യുവതി മാറുകയും പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയാണ് ഉണ്ടായത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ രോഗം നാലാമത്തെ ഘട്ടത്തിലേക്ക് എത്തിയെന്നും ഇനി ഭേദമാക്കാൻ കഴിയില്ലെന്നും ആരോഗ്യ വിദഗ്ധർ അറിയിക്കുകയായിരുന്നു. പിന്നീട് കുട്ടിക്ക് ഈ വീട്ടമ്മയ്ക്ക് മരണം സംഭവിക്കുകയുമായിരുന്നു. ഈ സംഭവങ്ങളുണ്ടായി ആരോഗ്യനില വഷളായപ്പോൾ തന്നെ കുടുംബം കുറ്റ്യാടി പോലീസിൽ CIക്ക് പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് ഫെമിന എന്ന ചികിത്സകയെ പോലീസ് വിളിച്ചു വരുത്തി കാര്യങ്ങൾ ആരാഞ്ഞെങ്കിലും പിന്നീട് വിട്ടയക്കുകയായിരുന്നു. ഇതിനുശേഷം ഇവർ വിദേശത്തേക്ക് പോവുകയും ചെയ്തു. അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി പോലീസ് ഈ കേസ് പരിഗണിച്ചില്ല എന്ന പരാതിയാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. ഇതേ തുടർന്നാണ് ഈ ഹാജരയുടെ മരണത്തെ തുടർന്ന് വീണ്ടും പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. പോലീസിന് നൽകിയ പരാതിക്കൊപ്പം ആരോഗ്യ വകുപ്പിനും ഒപ്പം MP അടക്കമുള്ളവർക്കും ആരോഗ്യമന്ത്രിക്കുമൊക്കെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. ശക്തമായ നടപടികൾ ഇക്കാര്യത്തിൽ വേണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. MS സനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തിരുവനന്തപുരത്തും ജനറൽ ആശുപത്രിയിലും ചികിത്സാ പിഴവ് സംഭവിച്ച വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ ചർച്ചയായിരുന്നു. ഈ വിഷയത്തിൽ ഡോക്ടറെ പ്രതിയേർത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. സുമയ്യയുടെ സഹോദരന്റെ പരാതിയിലാണ് കേസ്. സംഭവത്തിൽ ഡോക്ടർക്ക് പിഴവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പും അറിയിച്ചു. 4 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആരോഗ്യവകുപ്പിന്റെ കഴിഞ്ഞ ദിവസത്തെ എല്ലാ വാദങ്ങളും തള്ളിക്കൊണ്ടായിരുന്നു ഇന്ന് കുടുംബം പോലീസിൽ പരാതി നൽകിയത്. പോലീസിനൊപ്പം തന്നെ DMOയ്ക്കും പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ 4 ദിവസത്തിനകം കുടുംബത്തിന് മറുപടി നൽകുമെന്നാണ് ആരോഗ്യവകുപ്പ് ഇന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു ഗൈഡ് വെയർ നെഞ്ചിനകത്ത് കുടുങ്ങിക്കിടക്കുന്നതുകൊണ്ട് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകില്ല എന്നായിരുന്നു ആരോഗ്യവകുപ്പിന്റെ വാദം. ഇന്നത് ചികിത്സയ്ക്ക് ശേഷം അത് പുറത്തേക്കെടുക്കാനുള്ള ശ്രമം നടത്തുമെന്നും അത്തരത്തിൽ കഴിഞ്ഞില്ല എങ്കിൽ അതിനുള്ള നഷ്ടപരിഹാരം കുടുംബത്തിന് നൽകുമെന്നാണ് ആരോഗ്യവകുപ്പ് കളം മാറ്റി ചവിട്ടിയത്. IPC 336, 338 എന്നീ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് പോലീസ് ഡോക്ടർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിനൊപ്പം ഈ കേസിൽ ഡോക്ടർ മാത്രമാണ് പ്രതി. കൃത്യമായി മൊഴി കൊടുത്തു കഴിഞ്ഞു. അതായത് ഡോക്ടർ ഗുരുതരമായി തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞ ഒരു സ്ഥിതിക്ക് ഇത്രയും സമയമായി പോലീസോ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പോ കൃത്യമായ നടപടി എടുക്കേണ്ടതുണ്ട്. പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ തെറ്റ് ചെയ്ത ഡോക്ടറിനെ വെച്ച് തന്നെയാണ് ഇവർ ബോർഡ് മീറ്റിംഗ് വരെ കൂടുന്നത് എന്നത് ഇപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് വലിയ ഗൗരവമായ തെറ്റാണ്. നീതി വേണം, നീതി കിട്ടിയേ പറ്റൂ. കാരണം ഇനി ഒരിക്കലും ഒരാൾക്കും ഇതുപോലുള്ള ഒരു പ്രശ്നവും ഇത് ആവർത്തിക്കാൻ പാടില്ല. വകുപ്പ് തല അന്വേഷണവും സമാന്തരമായി പോലീസ് അന്വേഷണവും പുരോഗമിക്കും. ഇതിൽ നിന്നും കുറ്റക്കാർക്കെതിരെ കൃത്യമായ നടപടിയെടുക്കുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. കഴിഞ്ഞ ദിവസം ഡോക്ടർ കുറ്റസമ്മതം നടത്തിക്കൊണ്ടുള്ള ഒരു ശബ്ദ സന്ദേശവും പുറത്തു വന്നിരുന്നു. ഇതോടെ കുരുക്കിലായ ഡോക്ടറെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് പത്രക്കുറിപ്പിലൂടെ നടത്തിയത്. അതിനുശേഷം മാധ്യമ ശ്രദ്ധ കൂടുതൽ ആകർഷിച്ചതോടെ ഇന്ന് നിലപാട് മാറ്റുകയായിരുന്നു. കൂടുതൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. സാരംഗ് സുധാകരൻ, News 18, തിരുവനന്തപുരം.
കാന്തപുരത്തിന്റെ തിരുകേശം പ്രസ്താവനയ്ക്കെതിരെ മുജാഹിദ് നേതാവ് ഹുസൈൻ മടവൂർ ഇന്ന് രംഗത്ത് വന്നു. 1 വർഷം കൊണ്ട് 1/2 സെന്റിമീറ്റർ വളർന്നുവെങ്കിൽ 1500 വർഷം കൊണ്ട് എത്ര കിലോമീറ്റർ വളർന്നുവെന്നാണ് പരിഹാസം. പണമുണ്ടാക്കാൻ മതത്തെ ഉപയോഗിക്കുകയാണെന്നും അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നത് മുസ്ലിം വിശ്വാസികളോട് ചെയ്യുന്ന തെറ്റാണെന്നും ഹുസൈൻ മടവൂർ വിമർശിച്ചു. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡും ഫേസ്ബുക്കിന്റെ മാതൃകമ്പനി മെറ്റയും ചേർന്ന് സംയുക്ത സംരംഭം രൂപീകരിക്കുന്നു. ഇന്ത്യയിലെയും മറ്റ് തിരഞ്ഞെടുത്ത രാജ്യങ്ങളിലെയും കമ്പനികൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സേവനങ്ങൾ നൽകുകയാണ് പുതിയ കമ്പനിയുടെ ലക്ഷ്യം. പുതിയ സംയുക്ത സംരംഭം ആരംഭിക്കുന്നതിനായി ഇരു കമ്പനികളും ചേർന്ന് 855 കോടി രൂപ നിക്ഷേപിക്കും. ഓരോ ഇന്ത്യക്കാരനിലേക്കും ഓരോ സംരംഭത്തിലേക്കും AI എത്തിക്കുക എന്ന ലക്ഷ്യമാണ് മെറ്റയുമായുള്ള ഈ പങ്കാളിത്തത്തിലൂടെ പ്രാവർത്തികമാകുന്നതെന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മുകേഷ് അംബാനി പറഞ്ഞു. ഒരുമിച്ച് ഞങ്ങൾ പുതിയ സാധ്യതകൾ തുറക്കുകയാണെന്ന് മെറ്റ സ്ഥാപകൻ മാർക്ക് സക്കൻബർഗും വ്യക്തമാക്കി. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ ടെലികോം യൂണിറ്റായ റിലയൻസ് ജിയോ ഇൻഫോകോം ഓഹരികൾ അടുത്ത വർഷം ആദ്യ പകുതിയിൽ പൊതുവിൽപ്പനയ്ക്ക് ഒരുങ്ങുന്നുവെന്ന് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മുകേഷ് അംബാനി വ്യക്തമാക്കി. ഇന്ന് നടന്ന കമ്പനിയുടെ വാർഷിക പൊതുയോഗത്തിലാണ് പ്രഖ്യാപനം. IPO പ്രഖ്യാപനം ആഗോളതലത്തിലുള്ള ഓഹരി ഉടമകളുടെ മൂല്യം വർദ്ധിപ്പിക്കുമെന്നും മുകേഷ് അംബാനി വ്യക്തമാക്കി. Today, it is my proud privilege to announce that Jio is making all arrangements to file for its IPO. We are aiming to list Jio by the first half of 2026, subject to all necessary approvals. I assure you that this will demonstrate that Jio is capable of creating the same quantum of value as our global counterparts. I am sure that it will be a very attractive opportunity for all investors. Friends, Jio's plans for the future are even more ambitious. ഇതോടെ 9 മണി വാർത്ത പൂർണ്ണമാവുകയാണ്. നമസ്കാരം.